നമസ്കാരം, ആശയമുഖിലുമാണേ. നമ്മളിപ്പോൾ നിൽക്കുന്നതേ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിലാണേ. സാധാരണ അഞ്ചുതെങ്ങ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് അഞ്ചുതെങ്ങ് ഫോർട്ട് കാണാൻ വന്നതാണോ? ശരിയാണ്, അഞ്ചുതെങ്ങ് ഫോർട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ അധികം ആർക്കും അറിയാത്ത മറ്റൊരു സംഭവം കാണാൻ പോയാലോ? അതെ, ഇതൊരു തൂക്കുപാലമാണ് കേട്ടോ. അഞ്ചുതെങ്ങ് ബോട്ടയാട് തൂക്കുപാലം എന്നറിയപ്പെടുന്ന അഞ്ചുതെങ്ങിലെ ഒരു മനോഹരമായ തൂക്കുപാലം കാണാനാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്തെ ചരിത്രപ്രസിദ്ധമായ അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ തൂക്കുപാലം ഒരു പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും കായലിൻ്റെയും മനോഹരമായ പ്രകൃതിയുടെയും ദൃശ്യങ്ങളാൽ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയും, അതായത് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും മറ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശാന്തമായി ഒഴുകുന്ന പാർവതി പുത്തനാർ കനാൽ മുറിച്ചു കിടക്കുന്ന ഈ മനോഹരമായ കാൽനട തൂക്കുപാലത്തിന് തോണിക്കടവ് തൂക്കുപാലം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. തീരദേശ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ മനോഹരമായ തൂക്കുപാലം ചുറ്റുമുള്ള കായലുകളുടെ അതിശയകരങ്ങളായ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മനോഹരമായ പാർവതി പുത്തനാർ കനാലിന് കുറുകെയുള്ള ഈ തൂക്കുപാലത്തിന് 30 മീറ്റർ നീളമാണുള്ളത് കേട്ടോ. അഞ്ചുതെങ്ങ് കായലിൻ്റെയും തെങ്ങിൻ തോപ്പുകളുടെയും അതിമനോഹരമായ ആകാശ ദൃശ്യവും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയവുമെല്ലാം ഇവിടെ നിന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ചെറിയ ഒട്ടേറെ ബോട്ടുകൾ കൂട്ടത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ കാഴ്ചകളും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. ഫോട്ടോകൾക്കും റീലുകൾക്കും താല്പര്യമുള്ളവർക്കായി മികച്ചൊരു ലൊക്കേഷൻ തന്നെയാണ് തോണിക്കടവ് തൂക്കുപാലം എന്ന അഞ്ചുതെങ്ങിലെ ബോട്ടുയാർഡ് തൂക്കുപാലം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ അഞ്ചുതെങ്ങ് കോട്ടയെക്കുറിച്ച്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ചരിത്രമടങ്ങുന്ന അഞ്ചുതെങ്ങ് കോട്ടയും ലൈറ്റ് ഹൗസും ഒക്കെ ഈ തൂക്കുപാലത്തിന് തൊട്ടടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ അവിടെ എത്തുന്ന ചില സഞ്ചാരികളൊക്കെ ഈ തൂക്കുപാലം തേടി പിടിച്ചു വന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു മനോഹരമായ തൂക്കുപാലം തൊട്ടടുത്തായി തന്നെ ഉണ്ടെന്ന് അഞ്ചുതെങ്ങ് ഫോർട്ടിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നാണ് സത്യം. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള മനോഹരമായ തൂക്കുപാലം ഒളിച്ചു വയ്ക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നുവെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരിക്കും നിങ്ങൾ അഞ്ചുതെങ്ങ് ഫോർട്ടിൽ വരികയാണെങ്കിൽ ഈ ഒരു തൂക്കുപാലം മിസ് ചെയ്യരുത്. തൊട്ടടുത്തുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതി അഞ്ചുതെങ്ങ് തൂക്കുപാലം എവിടെയാണെന്ന്, അത് കാണിച്ചു തരുന്നതാണ്. നിങ്ങളൊരു സഞ്ചാരിയായാണ് വരുന്നതെങ്കിൽ ഇതിലേ പോകുന്ന പ്രാദേശികരായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ഫോട്ടോ എടുക്കാനും മറ്റും നിൽക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പാലമാണ്, അവർക്ക് യാത്രാ തടസ്സമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റ് യാതൊരുവിധ നിയമവിരുദ്ധമായ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പാടില്ല. ശാന്തമായ ഈ കായലിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ അതിരാവിലെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളോ ഇവിടെ സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. ശരിക്കും ഉച്ചനേരത്തേക്കാണെങ്കിൽ നല്ല വെയിലായിരിക്കും, വൈകുന്നേരമാണ് ഏറ്റവും ബെസ്റ്റ്. എന്തായാലും നല്ല കാഴ്ചകളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ ശാന്തമായ ഒരു ഏരിയയാണ്. നിങ്ങൾ അഞ്ചുതെങ്ങ് കോട്ടയിൽ വരുന്നെങ്കിൽ ഉറപ്പായും ഈ ഒരു ഭാഗത്തേക്ക് വരണം. വളരെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള നാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അഞ്ചുതെങ്ങ് കേട്ടോ. 1695 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ടയും വിളക്കുമാടവും, അതായത് ലൈറ്റ് ഹൗസും നമ്മുടെ ഈ തൂക്കുപാലത്തിന് തൊട്ടടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് ശക്തി കേന്ദ്രമായിരുന്ന അഞ്ചുതെങ്ങ് കോട്ടയിലും പരിസരത്തുമാണ് 1721 പ്രസിദ്ധമായ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് കോട്ടയെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ മനോഹരമായ അഞ്ചുതെങ്ങിലെ ബോട്ടയാർഡ് തൂക്കുപാലം, അതായത് തോണിക്കടവ് തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മൾ നേരെ പോകുന്നത് മുതലപ്പുഴയിലേക്കാണ് കേട്ടോ. മുതലപ്പുഴയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മുതലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ വളരെ ശാന്തമായി കിടക്കുന്ന ഒരു ബീച്ച് സൈഡ് കിട്ടി. നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം കടലിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്.
അങ്ങനെ മറ്റൊരു യാത്രാ വീഡിയോ കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ യാത്രകൾ തുടരുകയാണ് കേട്ടോ, കൂടെ കാഴ്ചകളും. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മറ്റു ടൂറിസ്റ്റ് സ്പോട്ടുകൾ തേടിയുള്ള, ചരിത്രം തേടിയുള്ള, രുചികൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ യാത്രകൾ തുടരുന്നത്. അപ്പോൾ എന്തായാലും മറ്റു മനോഹരമായ കാഴ്ചകളുമായി അടുത്ത ഞായറാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.